എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അവലോസുണ്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അവലോസുണ്ട് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യമേ അവലോസ് പൊടി വറുത്തെടുക്കണം. അവലോസ് പൊടി വറുത്തെടുക്കാൻ വേണ്ടി നമുക്ക് പച്ചരിയോ പുഴുക്കലരിയോ എടുക്കാവുന്നതാണ്. ഞാൻ എടുത്തിരിക്കുന്ന പച്ചരിയാണ്. 1.5 കിലോ പച്ചരി എടുത്തിട്ടുണ്ട്. ഈ പച്ചരി നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമുക്ക് കുറഞ്ഞത് ഒരു 6 മണിക്കൂർ കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെക്കാം. ഞാനിത് മിക്സിയിലാണ് പൊടിച്ചെടുക്കുന്നത്, അതുകൊണ്ടാണ് കൂടുതൽ സമയം കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നത് വെള്ളത്തിൽ. ഇപ്പൊ നമ്മൾ അരി വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ട് വെച്ചിട്ട് ഇപ്പൊ 6 മണിക്കൂറായിട്ടുണ്ട്. ഈ അരി നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റി ഒരു അരിപ്പത്തട്ടിലോട്ട് വെക്കാം. അരിപ്പത്തട്ടിൽ വെച്ചതിന് ശേഷം 10 മിനിറ്റ് അടച്ചു വെക്കുക. അതിനുശേഷം നമുക്ക് ചെറിയ നനവോടെ ഈ അരി നമുക്കൊക്കെ പൊടിച്ചെടുക്കാം. അവലോസ് പൊടി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന പൊടിക്ക് ചെറിയ നനവ് വേണം. അതുകൊണ്ട് നമ്മൾ ഈ അരി വെയിലത്തോ അല്ലെങ്കിൽ ഫാനിന്റെ താഴെ വെച്ച് ഉണക്കിയതിന് ശേഷം പൊടിച്ചെടുക്കരുത്. ഇതുപോലെ അങ്ങനെ ഡയറക്റ്റ് അങ്ങ് പൊടിച്ചെടുത്താൽ മതിയേ. കുറേശ്ശെയായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ കൂടുതൽ സമയം കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതുകൊണ്ട് പെട്ടെന്ന് ഇത് പൊടിഞ്ഞു കിട്ടുവേ. ഇപ്പൊ അരി നല്ലതുപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള അരിയും കൂടെ പൊടിച്ചെടുക്കാവേ. നമ്മൾ എടുത്തിരുന്ന അരി മുഴുവനായിട്ട് നമ്മൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ നമ്മളെ അരിപ്പ എടുക്കുന്നത് പുട്ടുപൊടിയൊക്കെ അരിക്കാൻ വേണ്ടി എടുക്കുന്നത്, പുട്ടിന്റെ പൊടി അരിച്ചെടുക്കാൻ വേണ്ടി എടുക്കുന്ന ആ അരിപ്പയാണ് എടുക്കേണ്ടത്. നമ്മളിത് അരിച്ചതിന് ശേഷം കിടന്ന ചെറിയ തരിയില്ലേ, അത് ഒന്നുകൂടി പൊടിച്ചെടുക്കണം. നമ്മൾ എടുത്തിരുന്ന അരി നമ്മൾ പൊടിച്ചതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ നനവ് വേണം അവലോസ് പൊടി തയ്യാറാക്കാൻ എടുക്കുന്ന പൊടിക്ക്. ഇനി നമുക്ക് ഇതിനകത്തൊരു തേങ്ങയും ജീരകവും ഏലക്കായുടെ അരിയും അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ നമ്മൾ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നില്ല. ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് 2 സെക്കൻഡ് ഒന്ന് കറക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. അതുപോലെയാണ് ഞാൻ എടുക്കുന്നത്. കാരണം നമ്മൾ ഈ തേങ്ങ ചിരണ്ടുമ്പോൾ കിട്ടുന്ന ഈ ചെറിയ പീസായിട്ട് വരില്ലേ, അതൊക്കെ ഒന്ന് ചതഞ്ഞ് കിട്ടും. അതിനു വേണ്ടിയാണ് ഇതുപോലെ എടുക്കുന്നത്. തേങ്ങ നമ്മൾ ഇതുപോലെ ചതച്ചെടുത്തിട്ട് അരച്ചെടുക്കരുത്, ഇതുപോലെ ചതച്ചെടുത്താൽ മതിയേ. ഇനി നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്ന ജീരകം 2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ ഏലക്കയുടെ അരി. ഏലക്കയുടെ അരി അല്ലെങ്കിൽ ഏലക്ക മൊത്തത്തോടെ ചേർക്കുകയാണെങ്കിൽ ഒരു 10 ഏലക്ക ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഇതെല്ലാം കൂടെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കുക. നമുക്കിതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതുപോലെ തല്ലിപ്പൊത്തി ഒരു 10-15 മിനിറ്റ് വെക്കാം. അതിനുശേഷം നമുക്കിത് വറുത്തെടുക്കാവേ അവലോസ്. നമ്മൾ എപ്പോഴും അവലോസ് വറക്കാൻ വേണ്ടി പാത്രം എടുക്കുമ്പം അടിഭാഗം കട്ടിയുള്ള പാത്രം എടുക്കണം. ഞാനിപ്പോൾ എടുക്കുന്ന ഉരുളിയാണ്. ഉരുളി അടുപ്പേ വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായി വന്നു കഴിയുമ്പം ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഈ പൊടി ഇട്ട് കൊടുക്കാവേ. ഇതുപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് നമ്മൾ വെച്ചിരുന്ന പൊടി. നമുക്കിനി ഇതിനകത്തോട്ട് ചൂടായ ഉരുളിയിലൂടെ നമുക്ക് ആദ്യം നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം വേണം പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട്. പൊടി ഇട്ടതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇത് വറുത്തെടുക്കാവേ. ഇതുപോലെ പൊടി ഇടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഉരുളിക്ക് ചൂടുള്ളത് കൊണ്ട് അടുക്കി പിടിക്കും, അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്കിത് ഇളക്കി കൊടുക്കണേ. ഇനി നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. നമുക്കൊരു 5 മിനിറ്റ് ഇടവിട്ട് ഇളക്കി കൊടുത്താൽ മതി. ആദ്യമേ ഇതിന്റെ വെള്ളമയം ഒക്കെ ചെറുതായിട്ടൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാതിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മൾ പൊടി ഇതുപോലെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് വറുത്തെടുക്കാവേ. ആദ്യം നമുക്ക് കുറച്ച് കട്ടിയായിട്ട് തോന്നും, കാരണം വെള്ളമയം ഈ പൊടിക്കകത്ത് വെള്ളമയം ഉള്ളതുകൊണ്ട്. ഈ വെള്ളമയം മാറി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഇളക്കി കൊടുക്കാൻ പറ്റുമേ. കുറഞ്ഞതൊരു
മുക്കാൽ മണിക്കൂർ എടുക്കും നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ അവലോസ് നമുക്ക് വറുത്തെടുക്കാനായിട്ട്. ഇതിന്റെ കളർ ഇതുപോലെ ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇതുപോലെ ആദ്യമേ നമുക്ക് 5 മിനിറ്റ് ഇടവിട്ട് ഇളക്കിയാൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2-3 മിനിറ്റ് ഇടവിട്ട് ഇളക്കണം. ഇതിപ്പം ഇതിന്റെ കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പം ഇതിന് അവലോസ് നമ്മുടെ ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്കിത് പിന്നെയും 2-3 മിനിറ്റ് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കാരണം ഉരുളിക്ക് ചൂടുള്ളത് കൊണ്ട് നമുക്ക് ഇളക്കി കൊടുക്കണം കണ്ടിന്യൂസ് ആയിട്ട് 2-3 മിനിറ്റ്. ഇനി ഇതിന്റെ ചൂട് മാറാൻ വേണ്ടി നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇത് ചൂടൊക്കെ മാറി കഴിയുമ്പോൾ നമുക്കിതുപോലെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിത് പൊടിച്ചെടുക്കാവേ. ഈ കട്ടയൊക്കെ ഒന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടി. അതുപോലെ നമ്മൾ ഇതിനകത്ത് ജീരകവും ഏലക്കായൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ പൊടിച്ചെടുക്കുന്നത്. പൊടിച്ചതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നല്ലതുപോലെ നമ്മുടെ അവലോസൊക്കെ നമ്മൾ വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അഥവാ നിങ്ങൾക്ക് അവലോസ് പൊടിയായിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ ഇതെടുത്ത് നമ്മൾ വെച്ചാൽ മതി. ഇനി നമുക്ക് അവലോസ് കൊണ്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ശർക്കര 1 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ എടുത്തിരിക്കുന്ന ശർക്കര നല്ല ശർക്കരയാണ്. ഇതിനകത്ത് അഴുക്കൊന്നുമില്ല. അതുകൊണ്ട് ഞാനിത് ഡയറക്റ്റ് ഉരുളിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ എടുക്കുന്ന ചില ശർക്കരയിലൊക്കെ മണ്ണൊക്കെ കാണും. അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് അരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഇതിനകത്തോട്ട് ശർക്കര എടുത്ത് ഇതിൻ്റെ പകുതി അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്കിത് ശർക്കരപ്പാനി തയ്യാറാക്കി എടുക്കാം. അവലോസ് തയ്യാറാക്കാൻ വേണ്ടിയുള്ള ശർക്കരപ്പാനി തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഈ ശർക്കരപ്പാനി നൂൽ പോലെ വലിയുന്ന സമയമാകുന്നത്, നല്ലതുപോലെ നൂൽ പോലെ വലിയുന്ന സമയമാകുന്നത് വരെ നമ്മൾ ഈ ശർക്കരപ്പാനി തയ്യാറാക്കി എടുക്കരുത്, അടുപ്പിൽ വെക്കരുത്. ചെറുതായിട്ടൊന്ന് നൂല് വലിയുന്ന പോലെ ആകുന്ന പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയേക്കണം. കാരണം നമ്മളിത് ഉരുളിയിലാണ് തയ്യാറാക്കുന്നത്. ഈ ഉരുളിക്ക് ചൂടുണ്ട്. നല്ലതുപോലെ നമ്മൾ നൂൽ പരുവാകുന്നത് വരെ നമ്മൾ ഈ ശർക്കരപ്പാനി തയ്യാറാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവലോസ് കൊണ്ട് തയ്യാറാക്കുമ്പം ആദ്യം 1-2 ദിവസം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അത് കഴിയുമ്പോൾ ഇത് ഭയങ്കര കട്ടിയായി പോവേ. നമുക്ക് ഈ സമയത്ത് ഇതിനകത്തോട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുന്നത്. നൂൽപ്പരുവായി വരുന്നതിന് മുമ്പേ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണേ. നെയ്യ് ചേർക്കുമ്പോൾ അവലോസ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. അതിനു വേണ്ടിയാണ് നെയ്യ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നോക്കാം ഇത് നൂൽപ്പരുവായി വന്നിട്ടുണ്ടോന്ന്. ഇപ്പൊ ഇത് ചെറുതായിട്ട് നൂൽപ്പരുവായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാവേ. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്കിനി ഇതിനകത്തോട്ട് നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന അവലോസ് കൂടി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. കയ്യിലോട്ടൊന്നും ഈ ശർക്കരപ്പാനി തെറിക്കരുത്. പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കൈ പെട്ടെന്ന് പൊള്ളുവേ. നല്ല തിളച്ചിരിക്കുവാണ്. നമുക്കിതുപോലെ അവലോസ് പൊടി കുറേശ്ശെയായിട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. നമ്മൾ ഇതിനകത്തുനിന്ന് കുറച്ച് അവലോസ് പൊടി ഇന്നെടുത്ത് മാറ്റി വെച്ചേക്കണം. നമ്മൾ ഈ അവലോസ് കൊണ്ട് തയ്യാറാക്കുമ്പോൾ ആ അവലോസ് കൊണ്ടേക്ക് ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയാണ്, പുറമേ ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയാണ് കുറച്ച് അവലോസ് പൊടി എടുത്ത് മാറ്റി വെക്കുന്നത്. ഇതുപോലെ ശർക്കരപ്പാനിയിലോട്ട് അവലോസ് പൊടി ചേർത്ത് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നമ്മൾ ഇതുപോലെ എത്ര മിക്സ് ചെയ്താലും നല്ലതുപോലെ നമുക്ക് മിക്സ് ആയി കിട്ടില്ല. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ അവലോസ് പൊടിയും ശർക്കരപ്പാനിയിലോട്ട് ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ചൂട് മാറാൻ വേണ്ടി കുറച്ച് സമയം നമുക്ക് വെക്കണം. ഇതുപോലെ നമുക്ക് ഇത്രയും അവലോസ് പൊടി ഇട്ടാൽ മതി. ഇനിയും വേറെ അവലോസ് പൊടി ഇടേണ്ട ആവശ്യമില്ല. ഇത്രയും മിക്സ് ആക്കി എടുത്താൽ മതി നമ്മൾ ശർക്കരപ്പാനിയിലോട്ട് അവലോസ് പൊടി. ഇതുപോലെ മിക്സ് ആക്കി നമുക്ക് സൈഡിൽ വെക്കാം. അതിനുശേഷം നമുക്ക് കൈകൊണ്ട് തൊടാവുന്ന രീതി ചൂടാകുന്നത് വരെ നമുക്ക് ഇതുപോലെ വെക്കാവേ. അപ്പം നമുക്ക് കൈകൊണ്ട് തൊടാവുന്ന രീതിയിലുള്ള ചൂടേ ഉള്ളൂ. നമുക്കിനി ഈ അവലോസ് പൊടി നമുക്ക് ഈ ശർക്കരപ്പാനിയിൽ മിക്സ് ചെയ്ത അവലോസ് പൊടി നമുക്ക് മിക്സിയിലോട്ടിട്ട്
1-2 സെക്കൻഡ് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാവേ. ഇങ്ങനെ കറക്കിയെടുക്കുമ്പോൾ നല്ലതുപോലെ നമ്മുടെ ഈ അവലോസ് പൊടി ശർക്കരപ്പാനിയിൽ മിക്സായി കിട്ടും. അവലോസ് കൊണ്ട് നല്ല സോഫ്റ്റുമായിരിക്കും. ഇനി നമുക്ക് അവലോസ് കൊണ്ട് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന അവലോസ് പൊടിയിൽ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാവേ. ഇതുപോലെ തയ്യാറാക്കിയെടുക്കുന്ന അവലോസിന് നമ്മൾ എത്ര നാൾ വെച്ചാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും, കട്ടിയാകില്ല. അതുപോലെ നമ്മൾ ഈ അവലോസ് കൊണ്ട് തയ്യാറാക്കാൻ വേണ്ടി ഇതുപോലെ ശർക്കരപ്പാനിയിൽ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും അവലോസ് ഉണ്ടൊക്കെ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുക. അതിനുശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പം നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അവലോസ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ അവലോസ് ഉണ്ടയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ എപ്പോഴും അവലോസ് തയ്യാറാക്കാൻ വേണ്ടി പച്ചരി കൊണ്ട് അവലോസ് തയ്യാറാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്, പുഴുക്കലരി കൊണ്ട് അവലോസ് തയ്യാറാക്കുന്നതിലും. ഇപ്പം നമ്മുടെ നല്ല സോഫ്റ്റും ടേസ്റ്റുമായിട്ടുള്ള അവലോസ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അവലോസ് ഉണ്ടയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.